ദൈവത്തിൻ്റെ സ്വന്തം കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശം എനിക്കും വളരെ സന്തോഷകരമായിരുന്ന ഒരു സംഗതിയാണ്. കാരണം നമ്മൾ ഇത്രയധികം ദൈവസാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം. യാത്രയിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ദൈവം തരുന്നൊരു ഒരു സംരക്ഷണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു സംരക്ഷണം തരാൻ നമ്മുടെ വാഹനത്തെ മാത്രം നോക്കിയാൽ പോരാ. കാരണം നമുക്കെതിരെയോ നമുക്ക് സൈഡിലൂടെയൊക്കെ വരുന്ന വാഹനങ്ങളെ ദൈവം നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്കൊരു അപകടം കൂടാതെ നമ്മൾ ലക്ഷ്യത്തിലെത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ നമ്മുടെ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? റോഡിൽ കൂടെ വീഡിയോയിലും ടി വിയിലെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മുമ്പേ ഒരു 12 അല്ലെങ്കിൽ 16 ബുള്ളറ്റ് ബൈക്കുകൾ അവര് ഈ കാറിന്റെ സ്പീഡ് എത്രയായാലും അതിന്റെ മുമ്പിൽ നിൽക്കത്തക്കോണ്ടുള്ള സ്പീഡിൽ തന്നെ അവർ പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര രസം അത് കാണാൻ. കേട്ടോ, ഞാൻ കണ്ട ഒത്തിരി വർഷം മുമ്പാണ്. എന്ന് പറഞ്ഞാൽ കാറ് സാധാരണ റോഡിൽ നല്ല വേഗത്തിലായിരിക്കും പോകുന്നത്. ബൈക്കിന് പൊതുവെ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ പൊതുവെ അങ്ങനെയല്ല. ബൈക്കിന് പിടിക്കാൻ പറ്റുന്ന വേഗമല്ല. അതുമാത്രമല്ല, വളവുകൾ തിരിയുമ്പോൾ ബൈക്കിന് ഒത്തിരി സ്പീഡ് കുറയ്ക്കേണ്ടി വരും. പക്ഷെ അതീവ സുരക്ഷയുമാണ് അവർ കൊടുക്കുന്നത്. പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ ഈ ബൈക്കുകൾ ഈ കാറിനെ അങ്ങ് കവർ ചെയ്യും. ഇതുപോലൊരു സംഗതിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം നമുക്കുള്ളത്. യോബിന്റെ പുസ്തകം പഠിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു ചിന്താഗതി ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഗ്രഹാരാധനയെക്കുറിച്ചാണ്. വിഗ്രഹാരാധനയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു അറിവുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്ന ആ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരം ഞാൻ പറയാം. ആ കുട്ടിക്ക് വളർച്ചയിൽ പൂർണ്ണമായിട്ടുള്ളൊരു ആരോഗ്യകരമായൊരു വളർച്ചയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആശയവിനിമയം അവൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുപോലെ ഒരു പൊതുവേദിയിൽ പെരുമാറാനും അവൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതാണ് അവൻ്റെ കുഴപ്പം. അതിൽ കൂടെ കടന്നു പോയപ്പോൾ തനിക്ക് ലഭിച്ച അനുഭവങ്ങൾ നിങ്ങളുടെ മധ്യത്തിൽ തരണമെന്ന് വിചാരിച്ച അവൻ്റെ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും കൂടെ ഇരിക്കുകയാണ്. അത് ശാസ്ത്രം ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു ചെറിയ അവസ്ഥയാണ്. ഇതൊരു രോഗാവസ്ഥയൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ എന്നേക്കും നിലനിൽക്കുന്ന രോഗാവസ്ഥയൊന്നുമല്ല. നമ്മുടെ ഒരു ജീവിതത്തെ ഒരു ശകലം സ്ലോ ആക്കുന്ന ഒരു സംവിധാനമെന്നേ ഉള്ളൂ. ആകാംക്ഷ മാതാപിതാക്കൾക്കുണ്ടാവും. അത്ര വലിയ ആകാംക്ഷയുടെ കാര്യമൊന്നുമല്ല. കാര്യം ഇതൊരു മാരക രോഗമൊന്നുമല്ല, പരിഹരിക്കാൻ പറ്റാത്ത സംഗതിയല്ല. പിന്നെ ഈ ഒരു ഏജ് കഴിഞ്ഞ് അത്തരം കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടും സമയം അധികം വേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഞാൻ എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആ കസേര ഇരിക്കുന്നവർക്കൊക്കെ ഒരു സംഗീതോപകരണം അല്ല ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും ഒരു സംഗീതോപകരണം പഠിക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ നല്ല സമയം വേർതിരിച്ചാൽ 4-5 വർഷമെങ്കിലും എടുക്കും ഒരുവിധം നല്ലൊരു നിലയിലെത്താൻ. എന്നാൽ ഈ പുറത്തിരിക്കുന്ന പിള്ളേരെ ആരെങ്കിലും പഠിപ്പിച്ചാൽ അവർ 1 വർഷം കൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ചിലവാക്കുന്നതിൻ്റെ 4 സമയം ചിലവാക്കി അവർ അത് ചെയ്തെടുക്കും. എന്നാൽ ഈ സംഗീതത്തിൻ്റെ ശാസ്ത്രം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർക്കൊരു വർഷം എടുത്താലും ശാസ്ത്രം മനസ്സിലാവുന്നില്ല. അവരെ കയ്യിൽ അത് പ്രയോഗിക്കാൻ അവർക്ക് എളുപ്പമായിരിക്കും. മനസ്സിലായി? ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. കാര്യം ഇത് അവർക്ക് വഴങ്ങാൻ എളുപ്പമാണ് ഈ പ്രായത്തിൽ. അപ്പോൾ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു. ഇതാണ് എൻ്റെ വൃത്തി. അപ്പോൾ ഇനി ആ കൊച്ചിനെ നോക്കണ്ട. വേണമെങ്കിൽ പറഞ്ഞാൽ റോയി നിങ്ങളെ കയ്യിലോട്ട് തരും. കുറച്ച് നേരം വെച്ചോണ്ട് സന്നദ്ധവളന്മാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ വിഗ്രഹാരാധനയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, വിഗ്രഹാരാധന നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു ഡെഫിനേഷൻ തന്നെയുണ്ട്. ദൈവത്തേക്കാൾ വലുതെന്തോ ഉണ്ടോ അതെല്ലാം വിഗ്രഹങ്ങളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു വയ്ക്കാറുണ്ട്. പക്ഷെ നമുക്ക് ആ സയൻസേ അറിയാവും. നമ്മളൊരിക്കലും ഇത് നമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ സാധാരണ നോക്കാറില്ല. പിന്നെ വിഗ്രഹാർപ്പിതമൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കാറുണ്ട്. അത് ഒരു വഴി കൂടെ വരാതിരിക്കാനും. ഇനി വേറെ ഒരു ശർക്കര പുരട്ടി എന്തെങ്കിലും വന്നാൽ തന്നെ നമ്മൾ എടുത്ത് 3 തവണ ചോദിക്കും, അരവണ അല്ലല്ലോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അത് കഴിക്കാറ് പോലും ഉള്ളൂ. പക്ഷേ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാത്ത അവസ്ഥ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതലുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, ഹൗവായ്ക്ക് ലഭിച്ച പ്രലോഭനം എന്തായിരുന്നു?
നിങ്ങൾ എന്താവുമെന്നാ പറഞ്ഞേ? ഒരല്പം ആലോചന ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു. ഇപ്പോ മോബി ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ മോബി എടുത്ത് പറയാം, മോബി എൻ്റെ ഒരു ഏലസ് ഉണ്ട്, അത് പ്രാർത്ഥിച്ചങ്ങോട്ട് കെട്ടിയാൽ നാളെ മോബി രാജാവാകും. മോബി പൈസ ചിലവില്ലെങ്കിൽ ചിലപ്പോൾ മോബി അതൊന്ന് വാങ്ങിച്ച് കൊണ്ടുപോകും, എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി, എനിക്കൊരു പ്രയാസം വരാതിരിക്കാൻ. പക്ഷെ പോകുന്ന വഴിക്കാലും മോബി ആലോചിക്കും, എന്നാൽ പിന്നെ നീ അല്ലേ ആദ്യം രാജാവാകേണ്ടത്. മനസ്സിലായോ? ഹൗവായെ ദൈവമാക്കാൻ വന്നയാള് ആദ്യം എന്താകണമായിരുന്നു? അവനതിന് ശ്രമിച്ച് പരാജയപ്പെട്ടവനാണ്. അപ്പൊ അവന്റെ ലക്ഷ്യം എന്തായിരുന്നെന്ന് അറിയാം? ഞാൻ വീണ സ്ഥലത്ത് നിന്നെയും വീഴ്ത്തണം. അവൻ ഇന്നും ദൈവവുമായിട്ട് വെച്ചേക്കുന്ന പന്തയം ഇതാണെന്ന് ഓർത്തോണം. ദൈവവുമായിട്ട് അവൻ വെച്ചേക്കുന്ന പന്തയം ഇതാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമില്ലെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകം വീണ്ടും വായിച്ചു നോക്കും. അവൻ ദൈവവുമായിട്ട് ഇയ്യോബിന്റെ പേരിൽ വെച്ച പന്തയം ഇതാ, നീ അവന്റെ സ്വത്തുവകകളൊക്കെ ഒന്ന് മാറ്റിത്താ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇതുമായിട്ടാണ് അവൻ ഇന്നും നടക്കുന്നത്. ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട്. കാര്യം ഇയ്യോബിന് വരുത്തിയ അത്രയൊന്നും വേണ്ട, അതിന്റെ ഒരു പകുതിയൊക്കെ വന്നാൽ മതി ഈ പന്തയത്തിൽ അവൻ വിജയിക്കാനാണ് എന്റെ കാര്യത്തിൽ സാധ്യത. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, തുടക്കം മുതലേ മനുഷ്യന് ഈ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തല്ല, അതിലപ്പുറത്ത് എന്തോ ആയിക്കളയാമെന്നുള്ളൊരു തോന്നൽ. ദൈവത്തിന് സ്വരം. രണ്ടാമത്തെ സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ബാബേൽ ഗോപുരം, ഒരു കാര്യവും ഇല്ലാത്തവരാ പണി തുടങ്ങി. എന്തോ പണിയിൽ അവരുടെ ആഗ്രഹം എന്തായിരുന്നു? നമുക്കൊരു പേരുണ്ടാക്കണം. പലരും ചെയ്യാറ്. ഈ പള്ളിയിലൊക്കെ പലരും സംഭാവന കൊടുക്കുന്നത് പോലും എന്തിനാണെന്നറിയാം? മതിലിലെ കല്ല് വെച്ചൊരു പേരൊക്കെ എഴുതി ഇതിനു വേണ്ടി കൊടുക്കുന്നവരുണ്ട്. ഇത് അവര് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ചാരിതാർത്ഥ്യമേ ഉള്ളൂ. കാര്യം എൻ്റെ പേര് ഇവിടെ എഴുതി കാണുമ്പോൾ എനിക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്. എൻ്റെ അടുത്ത തലമുറയ്ക്ക് പോലും ചിലപ്പോൾ ഇത് ഇഷ്ടമായിരിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം. ഇപ്പോൾ ഞാനിത് 1000 രൂപ കൊടുത്തായിരിക്കും എഴുതിക്കുന്നത്. എനിക്കത് 1000 രൂപ ഭയങ്കര വിലയാണ്. എൻ്റെ മോൻ്റെ കാലം ആകുമ്പം 1000 രൂപയ്ക്ക് ഒരു ചായ പോലും കിട്ടത്തില്ല. അവൻ നോക്കുമ്പോൾ 1000 രൂപയെ കൊടുത്തേച്ച് മതിലിൽ എഴുതി വെച്ചേക്ക, നാണക്കേടില്ലയോ. ഇതങ്ങ് എടുത്തു കളഞ്ഞാൽ കൊള്ളാമെന്ന് അവന് ആഗ്രഹം തോന്നും. ഞാൻ പറഞ്ഞ മനുഷ്യന്റെ സ്വഭാവം മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ എന്നും അവനെ കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ ദൈവം ആക്കിയ സ്ഥലത്തിലും വലിയ സ്ഥാനത്തിന് എനിക്ക് അർഹനാണെന്നുള്ള ഒരു തോന്നൽ. ഇത് പതുക്കെ വിഗ്രഹാരാധനയിലോട്ട് മനുഷ്യനെ കൊണ്ടെത്തിച്ചു. വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് കാണുന്നത് റാഹേല് ലാബാന്റെ വിഗ്രഹങ്ങൾ അടിച്ചുകൊണ്ടൊരു പോയി. തൽക്കാലം കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നത് അവര് മാനം കെടുത്താതെ അവര് വിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത്. കാര്യം രണ്ടുപേർക്ക് മനസ്സിലായി കാണും സംഗതി ഇവളുടെ കയ്യിലുണ്ടെന്ന്. അതിന്റെ കാരണം ഞാൻ പറയാം. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് യാക്കോബ് തന്നെ പറഞ്ഞ് നമ്മുടെ ഇടയിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഒന്ന് മാറ്റി കളയുക എന്ന് പറഞ്ഞു. ചുമ്മാ ഒരു പ്രഖ്യാപനം. എവിടുന്നാ? മനസ്സിലാവുന്നുണ്ടോ? കാര്യം അയാൾക്ക് ഉറപ്പായിട്ടും മനസ്സിലായി ഇത് ഇതിനകത്തുണ്ടെന്ന്. കാര്യം അവിടെ ഇല്ല, ഉറപ്പാണ്. ലാബാൻ ഇത് പത്രത്തൊന്നും വയ്ക്കുന്ന കൂട്ടത്തിലല്ല. അപ്പൊ ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടത് ആരേ ഉള്ളൂ? ഇവരേ ഉള്ളൂ. എന്ത് കാര്യത്തിനാ? ദൈവം വളരെ അതിശയകരമായിട്ട് അവരെ നടത്തി. ഒന്നുമില്ലാതെ ചെന്ന ഒരാളിനെ ഒരു സമൂഹമാക്കി, അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടമാക്കി. ആടുമാടുകൾ ലാവാനുള്ളതിലും കൂടുതൽ ഇവന് കൊടുത്തു. ഇതെല്ലാം കിട്ടി പോരുമ്പോഴും അവസാനം പോന്ന പോക്കില് ലാവാനിട്ടൊരു പാലയും കൂടെ പണിഞ്ഞു വെച്ച് അവരെ നടത്തിയത് ആ ദൈവമാണോ? അല്ല. ആ ദൈവം ആലോചന പറഞ്ഞാണ് ഓരോ ദിവസം മുമ്പോട്ട് പോയത്. നമുക്കറിയാം ഓരോ സമയത്തും 10 പ്രാവശ്യം പ്രതിഫലം മാറ്റുമ്പോഴും 2-3 ഉദാഹരണം വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഡിസ്കഷൻ നടന്നതും
അവൻ അന്നേരം ചെയ്ത മാറ്റങ്ങളും ആ സമയത്തെല്ലാം ദൈവം അവനോട് കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 10 പ്രാവശ്യം ഈ ദൈവം അവരോട് ഇടപെട്ടിട്ടുണ്ടാവണം. ആ സമയത്തെല്ലാം അവർ ദൈവത്തിന്റെ കരം അനുഭവിച്ചിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ പോട്ട് 2 3 ആവട്ടെ നമ്മൾ വായിച്ചത്, നിങ്ങൾ വായിച്ചത് മാത്രം മതി, കൂടുതലൊന്നും കൂട്ടിച്ചേർക്കണ്ട എന്നുള്ളതാണെങ്കിൽ ഒക്കെ അങ്ങനെ എടുത്തു. 2 തവണയെങ്കിലും അനുഭവം ഉണ്ടോ? ഉണ്ട്, ദൈവം പ്രവർത്തിച്ച അനുഭവമുണ്ട്. പക്ഷെ എന്നാലും പോരാ, അതിനപ്പുറത്തേക്ക് ഒരു ദൈവത്തെ. ഇത് കഴിഞ്ഞ് ദൈവത്തെ മറന്നു പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നത്. പുറപ്പാട് പുസ്തകത്തിലേക്ക് എത്തിയപ്പോൾ നമുക്കറിയാം, ജനം തിന്നാനും കുടിപ്പാൻ എഴുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ഞാനതിനെക്കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ കിളിത്തട്ട് കളിച്ചതിനൊന്നുമല്ല മോശ ഇങ്ങോട്ട് വന്ന് മറ്റേ സ്വർണം കലക്കി വായിക്കാത്ത ഒഴിച്ചു കൊടുത്ത്. തോന്നുന്നുണ്ടോ ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന്? ഒരു പ്രാർത്ഥന നടത്തിയതിൻ്റെ ഇടയ്ക്ക് ഒരു കാളക്കുട്ടിയെ വെച്ചാൽ വിചാരിച്ച് കൂടി പോയി 2 അടി കൊടുക്കുമായിരിക്കും. അതിൽ കൂടുതലെല്ലാം ചെയ്യുമോ? ഇല്ല, ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ദൈവത്തെ അല്ലായിരുന്നു. ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം തൊട്ടപ്പുറത്ത് മേളിൽ നോക്കി നിന്നാ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയാൽ കാണാവുന്ന പരുവത്തിൽ നിൽക്കുക ദൈവ സാന്നിധ്യം. ആ സാന്നിധ്യത്തിൽ അവരെ പ്രതിനിധി പോയി മേളിൽ നിൽക്കുക, താഴോട്ട് വന്നിട്ടില്ല. ദൈവ സാന്നിധ്യം അവിടെ മേളിലോട്ടും പോയിട്ടില്ല. ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ, മോശ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളത് അവർ നേരത്തെ കണക്കൂട്ടിയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇന്റർനെറ്റോ ടിവിയോ ഒക്കെ ഉണ്ടെങ്കിൽ പിള്ളേരെന്തോ ചെയ്യും? അവരുടനെ പഠിക്കാൻ ബുക്ക് കൊടുക്കും, അല്ലേ? ഇത്ര തന്നെ അവരും ചെയ്തോളൂ. അതിനായി സ്വർണം കലക്കി പിടിച്ചു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തില് അരുണോദയ പുത്രനായ ശുക്ര എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ദൈവവചന ഭാഗം, ആ വാക്യം വായിച്ചു. പതിമൂന്ന് തൊട്ട് 28 സോറി. അടുത്ത വാക്യം. ഞാൻ സ്വർഗ്ഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഒരു വാക്യം കൂടെ. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞു. മതി. ദൈവത്തിന് സ്വാഗതം. അവൻ എവിടെ പറഞ്ഞു? ഹൃദയത്തിൽ പറഞ്ഞു. അതിന് നടപടി ഉണ്ടായി. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ ഹൃദയം കൂടെ ചേർത്താ സൃഷ്ടിച്ചത്. അതിൻ്റെ പ്രവൃത്തിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിനെ ദൈവം കണക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഹൃദയം വെറുതെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് നമുക്കിഷ്ടമുള്ള പണി ചെയ്യിച്ചുകൊണ്ടിരുന്നാൽ പോലും എന്തായിട്ട് മാറുന്നു? ഇത് മേളിലോട്ട് പോവുക. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ഹൃദയത്തിലെ ആ വ്യാപാരം സ്വർഗത്തിലോട്ട് എത്തുന്നതിനെ കുറിച്ച്. അവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട് ഇത് മനസ്സിലാവുന്നവർ, ഇല്ലേ? സംശയമുണ്ടോ? ദൈവത്തിന് സ്വാഗതം. നമ്മുടെ ക്ലെയിം എന്താണ്? നമുക്ക് ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ എന്നാണ്. ഞാൻ കുറച്ചു കാലം ഈ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഞാൻ അതിന് ശാസ്ത്രീയമായിട്ടൊരു ക്ലാസ് പഠിച്ചു. എനിക്ക് അറിയാവുന്ന വിഷയം കൂടെ ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഞാനത് പഠിച്ചു, അതിൻ്റെ വ്യവസായമൊക്കെ ചെയ്യാൻ നോക്കി. വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നല്ല, ഞാനൊരു സമയത്ത് അതിനെ കുറിച്ചുള്ള ആ ഒരു സംഗതി അറിയണമെന്നുള്ളൊരു ക്രേസേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് സമ്പാദിക്കാനാണെങ്കിൽ വഴിയുണ്ട്. പക്ഷെ ഞാനൊരു സ്ഥലത്ത് വെച്ച് അത് നിർത്തുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഒന്നും ഇരിക്കുമ്പോൾ ചിന്തിക്കുന്നത്, ഇത് ഈ ക്രിപ്റ്റോയും ഷെയർ ചെയ്തിട്ടുള്ള കാര്യം. ഷെയർ മാർക്കറ്റ് ആഴ്ചയിൽ 2 ദിവസം 1 ദിവസം കൊണ്ട് അവധിയുണ്ട്. ഇതിന് 24 മണിക്കൂർ പ്രവർത്തനക്ഷമമാണ്, അവധിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോഴും ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനത്തിന്റെ വില കൂപ്പൂത്തി താഴോട്ടും വരാം, അല്ലെങ്കിൽ മേലോട്ടും പോവാം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പാപ്പരാവും, അതല്ലെങ്കിൽ
കോടിപതിയോ ആവാം. ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. മറ്റേ സംഗതിക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉറങ്ങാൻ പറ്റും, ഇതിനത് പറ്റത്തില്ല. പിന്നെ സംവിധാനങ്ങളുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണമെങ്കിൽ ഈ പ്രോഗ്രാമിൽ ഇതിൻ്റെ ക്ലാസ് എടുക്കുകയല്ല എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നഷ്ടം വരാതെ പ്രോഗ്രാമിൽ സംവിധാനങ്ങൾ ചെയ്യാനുള്ള വഴികളുണ്ട്. എന്ന് പറഞ്ഞാൽ വില ഒത്തിരി കൂടുകയാണെങ്കിൽ അപ്പോഴേ എത്തി വിറ്റേക്കാനോ, താഴോട്ട് പോവുകയാണെങ്കിലും നേരെ വിറ്റേക്കാനോ ഒക്കെ ഉള്ള സംവിധാനങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോഴും ആലോചിക്കുക, ഇനിയിപ്പോൾ ഇന്ന് ഏത് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ വില ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, കുറച്ച് നഷ്ടമാണ്, ഏത് വിലയ്ക്ക് വാങ്ങിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഇടയ്ക്ക് പ്രസംഗകന്റെ ആ ശബ്ദം കൂടുമ്പോൾ 2 സ്വോത്രം ഇട്ട് കൊടുക്കുക, അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോവുക, ഇത്രയും മതി. അപ്പോഴും മറ്റേ മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാതെ ക്രിപ്റ്റോയുടെ വെളിയിലോട്ടിറങ്ങി അവള് പറഞ്ഞ തുണിയൊന്ന് ഉണക്കാനായിട്ട് ഇച്ചിരി വർക്കുണ്ട്, 2 മെയിൽ അയക്കണം. മെയിൽ ഏതാ? ക്രിപ്റ്റോയാ. പക്ഷെ പറഞ്ഞേക്കുന്നത് എന്തുവാ? 2 മെയിൽ അയക്കണം. മെയിൽ ആർക്കായിരിക്കും? സെൻട്രൽ പാസ്റ്റർക്കാണെന്നുള്ള അവളുടെ വിചാരം. ഇതൊന്നും അല്ല സംഗതി. ഏതാ ഓടുന്നത്? മീറ്റർ ഓടുന്നത് ക്രിപ്റ്റോയുടെ മീറ്ററാ ഓടുന്നത്. ഞാൻ ഇവിടെ വന്ന് പറയുന്ന എൻ്റെ ദൈവം ആരാ? ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവാണ് എൻ്റെ ദൈവമെന്ന് നിങ്ങളുടെ വിചാരം. ആകെ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ കൃത്യമായിട്ടുള്ള കണക്ക്. അവിടെ ഇത് മൊത്തമാണ്. ഇവിടെ സഭക്കാരെ പറ്റിച്ചതും പെണ്ണുമ്പിള്ളെ പറ്റിച്ചതും നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുന്നതും എല്ലാം കൂടെ ചേർത്തുള്ള കണക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ വിചാരം എന്തുവാ? കാഹളം മാത്രം കേട്ടാൽ മതി, ടെറസ് പൊട്ടിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഇതുകൊണ്ടായി യേശുക്രിസ്തു പറഞ്ഞത് വരവിങ്കൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്തൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ച് കുറെ ആചാരങ്ങൾ ചെയ്താൽ നമ്മൾ അങ്ങ് എടുക്കപ്പെടുമെന്നുള്ളൊരു ധാരണയിലായി. നമ്മളിപ്പോൾ തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചത്തെ ആ ദൈവവചനം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാര്യം നമ്മളെ എല്ലാവരും കൂടെ ചേർന്ന് പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി, നിങ്ങളെ അങ്ങ് എത്തിക്കാവുന്നുള്ളതാണ്. ടൂർ പ്രോഗ്രാം ഏതാണ്ടാണെന്നാ വിചാരം. വിശുദ്ധ നാട് കാണാൻ പോകുന്ന പോലെ അതല്ല ഈ ഐറ്റം. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഗതിയാണ്. ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിനോട് പിശാച് എന്ന് പറയാം ഈ കല്ലെന്ന് അപ്പമായി തീരാൻ കൽപ്പിക്കുക. എന്തുകൊണ്ടാണ് യേശു ചെയ്യാൻ? ന്യായമായിട്ട് 4 പേര് കൂടുന്നിടത്ത് വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ യേശുവിനെ വിശ്വസിക്കാൻ പോലും ആളുണ്ടാവും, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തുകൊണ്ടാണ് യേശു ചെയ്യാൻ? ലോകക്കാരന് മനസ്സിലാകാൻ ഒരു സാധ്യതയില്ല ഈ കാര്യത്തിൽ. എന്തുകൊണ്ടാണ് യേശു ചെയ്യാൻ? യേശുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വഹിക്കുന്നത് യേശുവിന്റെ ശരീരം നന്നാക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ല നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വഹിക്കുന്നത്. അതൊരു അത്യന്ത ശക്തിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഡുനാമിസ് എന്ന് പറഞ്ഞാൽ ഡൈനാമോ എന്ന് പറയുന്ന സ്വയം ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഈ ആത്മാവ് ശക്തി ഉൽപ്പാദിപ്പിക്കും. അതാണ് രോഗശാന്തിയായിട്ടും ഭൂതശാന്തിയായിട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത്. ഈ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉൽപ്പാദിപ്പിക്കുന്ന ശക്തിയാണ്, അത്യന്ത ശക്തി. ഇതേ ശക്തിയാണ് കാഹളം കേൾക്കുമ്പോൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ നിങ്ങളെ ഉയർപ്പിക്കുന്നതും ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം പരിഭാഷപ്പെടുത്തുന്നതും. അതാണ് ശരിയായ വാക്ക് കേട്ടോ. രൂപാന്തരം വരുത്തുന്ന നമ്മൾ പറയാറുണ്ട്. പറഞ്ഞാൽ സ്വർഗത്തിന് പറ്റിയ രീതിയിൽ നമ്മുടെ ശരീരത്തെ പരിഭാഷപ്പെടുത്തിയെടുക്കുന്ന ആ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. നമ്മളിത് പറയുമ്പോൾ മെഡിക്കൽ കോളേജിന് പഠിക്കാൻ കൊടുത്ത ശരീരം കാണും, കടലിൽ വീണ് മരിച്ച ശരീരം കാണും, തീക്കകത്ത് വീണ് വെന്തുപോയ ശരീരം കാണും. ഇതിന്റെ തന്മാത്രകൾ കാണാൻ പോലും ചിലപ്പോൾ എവിടെങ്കിലും കാണത്തില്ല. ഇതാ തിരിച്ചു വരുത്തുന്നത്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നാണ്? ഇത് ഇത്രയും സാധനം, ഇതിന് സാധനം ഉണ്ടെങ്കിൽ പോലും അതിനൊരു കെമിക്കലിന്റെ മാറ്റം വരുത്താൻ പോലും എന്തുമാത്രം സാങ്കേതികതയും എന്തുമാത്രം ബാക്കി എല്ലാ ശക്തികളും വേണമെന്ന് ആലോചിച്ച് നോക്കും. പ്രഷറോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു പല കാറ്റലിസ്റ്റോ ഒക്കെ.
ഇതൊന്നുമില്ലാതെ നമ്മെ വീണ്ടും ഒരു ആത്മീയ ശരീരത്തിലേക്ക് തിരിച്ചു വിളിച്ചു വരുത്തുന്ന സംഗതിയാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ താല്പര്യത്തിന് വിരോധമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ ആരാധന മാറിയെന്ന്. കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. ദൈവം ഇസ്രായേലിനെ കുടുംബ ബന്ധത്തിൽ എന്തായിട്ടാണ് വിശേഷിപ്പിക്കുന്നതെന്ന് അറിയാം? ഇസ്രായേലിനെ ദൈവത്തിന്റെ ഭാര്യയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇനി ഇസ്രായേലിനും എല്ലാവർക്കും, ലോകമായ മനുഷ്യർക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തോട് ചേർന്ന് ആ സമൂഹത്തെ എന്തായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്? മണവാട്ടിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് രണ്ടും പറഞ്ഞ് നിങ്ങൾ കേട്ടുള്ള കാര്യങ്ങളല്ലേ, അല്ലേ? നിങ്ങൾ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അപ്പൊ നമ്മളെ എന്തായിട്ടാ ദൈവം പറയുന്നത്? മണവാട്ടിയായിട്ടാ പറയുന്നത്. മണവാട്ടിക്ക് ഒരിഷ്ടം, മണവാളൻ പറഞ്ഞത് വെള്ളസാരി വേണമെന്നാണ്. മണവാളൻ CPM കാരനാണ്, മണവാട്ടി ഏജിയിലുള്ളതാണ്. വേണ്ട, ഇച്ചിരി മഞ്ഞുള്ള സാരി വേണം. ഇത് തന്നെ നമുക്കറിയാമല്ലോ എവിടെ ചെന്ന് നിൽക്കുമെന്ന്. ഈ രണ്ടുപേരും ഈ വാശിയിലോട്ട് നിന്നാൽ എന്താവും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ആവാനില്ല. കല്യാണം TPM ഹോളിൽ വെച്ചാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഈ സാരി പാവാടയും മൊത്തം കൂടെ മാറ്റിയിട്ട് ഏതെങ്കിലും മദറിന്റെ സാരിയും പാവാടയും കൂടെ കൊടുത്ത് സ്റ്റേജിലോട്ട് കയറ്റി വിടും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇതിന് പകരം നിങ്ങൾ ആ ഭർത്താവിനെ മാറ്റിയിട്ട് ദൈവത്തെ ആ സ്ഥാനത്തൊന്ന് പ്രതീക്ഷിച്ചു നോക്കും. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആരാകുക? നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചിന്തിച്ച ചിന്ത ഇതാ. ഒരു കാര്യമാണ്, എന്തോ ആയിക്കോട്ടെ, വസ്ത്രം ആയിക്കോട്ടെ, നമ്മുടെ ഏതെങ്കിലും അവസ്ഥയായിക്കോട്ടെ, അതിന് മുകളിൽ നമ്മൾ ചിന്തിച്ച് മറ്റൊന്നാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആരാകുക? നമ്മുടെ കാര്യത്തിൽ നിങ്ങളുടെ ചിന്തകളെക്കാൾ എത്രയും വലുതാണോ നമ്മൾ ദൈവത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്? ആണോ? അതില് മുകളിൽ എന്റെ ചിന്ത കൊള്ളാമെന്നല്ലേ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ആരായി? നമ്മുടെ ദൈവം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവമാകുക ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വിഗ്രഹാരാധന എന്ന് പറയുന്നത് ചെറിയൊരു വാക്കല്ല. ദൈവത്തിന് സ്വാഗതം. നമ്മെ കുറിച്ച് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വാചകം, ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ആരാഞ്ഞറിയാറുണ്ടോ? ഇനി ഞാൻ ക്രിപ്റ്റോയിലേക്ക് ഒന്നുകൂടെ പോവാം. പാസ്റ്റർ പറയുന്നുണ്ട് ദിവസവും ഒരു അധ്യായമെങ്കിലും വായിക്കണം. ഒരു അധ്യായമല്ല, ഒരു ദിവസം 3 അധ്യായം വായിച്ചിട്ട് കിടക്കണം. ഏതാ? വേദോസ്തമല്ല, ക്രിപ്റ്റോ. അപ്പോഴും ഞാൻ പറയുന്നത് എന്റെ ദൈവം ആരാ? എന്റെ ദൈവം ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവാണ്. ഇനി നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ വിചാരിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ വേദപുസ്തകം ഒന്ന് വായിച്ച് തീർക്കണം എന്നുള്ളത് മാത്രം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. അപ്പോഴും നമ്മുടെ ക്ലെയിം എന്താണ്? ഞാൻ സത്യക്രിസ്ത്യാനിയാണെന്നുള്ളതാണ്, ഞാൻ യേശുവിനെ പിൻപറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്ലെയിം. ദൈവത്തിന് സ്തോത്രം. പത്രോസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ? 2 ലേഖനം എഴുതിയ പത്രോസിനെ കുറിച്ച് അവൻ യേശുവിനെ തള്ളി പറഞ്ഞവനാണ്. അതുകൊണ്ട് എനിക്ക് യോഹന്നാനെ ഇഷ്ടം നമ്മൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എത്ര സ്ഥലത്ത് യേശു ക്രിസ്തുവിനെ വിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കണം. നമ്മൾ കുറച്ചു മുമ്പേ കേട്ടതുപോലെ നമ്മളെ ഒരു മോഡലാക്കി കാണിക്കാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഈ മോഡലിന്റെ സൗന്ദര്യം കണ്ടിട്ട് വേണം അടുത്ത ആൾക്കാർ മോഡലാകാൻ ഇങ്ങോട്ട് വരാൻ. നമുക്കറിയാമല്ലോ, സമൂഹത്തിൽ ഉന്നതരോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്താണ്? ഉദ്യോഗസ്ഥാനത്ത് ഉദാഹരണത്തിന് സിവിൽ സർവീസ് ഒക്കെ പാസ്സായ നന്നായി റാങ്ക് വാങ്ങിച്ചവരോടൊക്കെ ചോദിക്കും, നിങ്ങൾ എന്ത് രീതിയാണ് പഠിക്കാൻ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, നിങ്ങൾ എന്തൊക്കെ മാർഗങ്ങളാണ് പഠിച്ചത്, ഏതൊക്കെ സമയത്താണ് നിങ്ങൾ പഠിക്കാൻ തയ്യാറായത്, നിങ്ങൾ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ നിർത്താൻ നിങ്ങൾ എന്ത് രീതിയാണ് ഉപയോഗിച്ചത്, അതിന് നിങ്ങളെ സഹായിച്ചത് എന്താ,
അല്ലെങ്കിൽ ഇത്രത്തോളം അറിവ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി, അത് നിങ്ങൾക്ക് അവിടെ വീണ്ടും നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എങ്ങനെ കഴിഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവരെ ഫേസ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കുറെ അധികം ചോദ്യങ്ങൾ ഇങ്ങനെ ഓരോ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് അതിലേക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ്. ഇത് മോഡൽ നല്ലതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. നേരത്തെ നമ്മുടെ മോഡലിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. ഈ മോഡലിംഗ് ഇപ്പൊ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഒരു പേരുണ്ടായിരുന്നു. ഇനി ആ ബ്രാൻഡ് എടുക്കാൻ ഒക്കത്തില്ല. കാരണം ഒരു ബ്രാൻഡ് നല്ലതാണെന്ന് വന്നാൽ അതിൽ ഏതെങ്കിലും ആ പേരിൽ തന്നെ ഒരു ബ്രാൻഡ് അപ്പുറത്ത് ഉണ്ടാക്കി അതിന്റെ പേര് നശിപ്പിക്കാൻ കൊള്ളാകുന്നവനായിട്ട് പിശാച് ഇങ്ങനെ തുനിഞ്ഞു നടക്കുന്നത് കൊണ്ട് ഒരു പേരൊന്നും നമുക്കെടുത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കരുത്. മറിച്ച് നമ്മളെന്ന ഏക വ്യക്തിത്വം, അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കാവൂ. അത് മാത്രമേ നമുക്ക് കഴിയൂ. ദൈവത്തിന് സ്തോത്രം. പിശാചിന്റെ ശ്രദ്ധ നമുക്ക് എപ്പോഴും മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവൻ ആദ്യം ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു വീണവനാണ്. നമ്മളെ ഓരോരുത്തരെ കുറിച്ചും പിശാചിന്റെ താല്പര്യം നമ്മളെ അതുപോലെ ആക്കി വീഴ്ത്താൻ വേണ്ടി തന്നെയാണ്. നമ്മളെ നമുക്ക് ദൈവമാക്കി തീർക്കാനുള്ള ശ്രമം. ദൈവത്തിന് സ്തോത്രം. സ്വാർത്ഥതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മൾ പോകുന്നത് എവിടേക്കാണ്? ദൈവത്തിന് സ്തോത്രം. വിഗ്രഹാരാധനയിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്യങ്ങളൊന്നും ഞാൻ ഇടയ്ക്ക് എടുക്കാൻ ഉൽപ്പത്തി 3:5 വായിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പിശാച് പറഞ്ഞ വാക്യമുണ്ട്. ഉൽപ്പത്തി 11:4 ബാബേൽ പണിയുമ്പോൾ അവരെ കുറിച്ച് പറഞ്ഞ വാക്യമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഓരോ സമയത്തും ഓരോരുത്തരും നമുക്കറിയാം. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് എന്റെ വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. നമ്മൾ സാധാരണ സ്ഥിരം കേൾക്കുന്ന, കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് ഒരു സമൂഹത്തിൽ പറഞ്ഞു, ബിലയാമിനെ കുറിച്ച്. ബിലയാമിനോട് സംസാരിച്ച ദൈവം ആ ദൈവത്തെ ചെറുതാക്കി ചിന്തിക്കാൻ അദ്ദേഹത്തിന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, രാജാവ് കുറെ ഉന്നതന്മാരെ വിട്ടപ്പോ ആ ഉന്നതന്മാരോട് മുഖം കറുത്ത് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവര് ദൈവത്തെക്കാൾ വലുതാണെന്ന് തോന്നിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ പറ്റാൻ സാധ്യതയുള്ള ഒരു തെറ്റാട്ടോ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിയാവുന്ന ഒരു ഉദാഹരണം പറയാം. ഞാൻ ആദ്യം ഇവിടെ ജോലി ചെയ്ത സ്ഥാപനത്തിൽ അവിടെ ഇച്ചിരി അധികാരം നമ്മുടെ പുറത്ത് പയറ്റുന്ന ഒത്തിരി വിദേശികളുണ്ട്. വിദേശികളെന്ന് പറഞ്ഞാൽ സ്കിന്ന് വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ. അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചെയ്തേ നോക്കും, അല്ലെന്നുണ്ടെങ്കിൽ ജോലി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പലപ്പോഴും കമ്പനിയുടെ പേരിൽ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പം ഈ ഇപ്പോഴിരിക്കുന്ന ചിലർക്കറിയാം, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാധാരണ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു ചീർള പാനീയമാണ്. അതിപ്പോ ഇവിടെ പുറത്തിറങ്ങിയ ഒരു 4-5 ദിനാറിന്റെ വ്യത്യാസമില്ല. ഇവര് പൈസ ഇല്ലാത്തതൊന്നുമല്ല, പക്ഷെ പോകുമ്പോൾ പറഞ്ഞു വിടും, ഇതൊരെണ്ണം കൊണ്ടുവരാൻ പറ്റും, 1-2 കണ്ട് കൊണ്ടുവരാൻ പറ്റും. ഡയറക്ടർ പറഞ്ഞാൽ ചെയ്തേ ഒക്കു ചെയ്യും. ഇത് വാശിയായിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ പറഞ്ഞിട്ടും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അനഭിബന്ധനായിട്ട് മാറി എല്ലാ കാലം. രണ്ടാമതൊരു സ്ഥലത്ത്, അവിടെ ഇതിലും വലിയ അധികാരം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ രഹസ്യമായിട്ട് ഓരോരുത്തരുടെ മെയിലും എന്ത് ചെയ്യണം, സിഇഒയ്ക്ക് എത്തണം. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഇത് ചെയ്യുന്നു എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. അയാളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാൽ സ്റ്റാഫിന്റെ മാത്രം മതി, മാനേജേഴ്സിന്റെ ഇപ്പൊ വേണ്ട, പിന്നെ ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. കാര്യം ലോകത്തിന് വേണ്ട ഒരു നീതിബോധമാണ്. ക്രിസ്തുവിനേക്കാൾ വലുത് എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്കൊരിക്കലും തോന്നരുത്. അതുമൂലം ഒരു നഷ്ടം വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ആ നഷ്ടം നമുക്ക് വരാനുള്ളത് തന്നെയാണ്. എന്തിന്റെ പേരിലാണ്? ആരുടെ പേരിലാണ്? ക്രിസ്തുവിന്റെ പേരിൽ. അപ്പോഴും നമുക്ക് ആ നഷ്ടം വന്ന ആരുടെ പേരിലാണ്? ക്രിസ്തുവിന്റെ പേരിൽ. പത്രോസിന് ഈ ഒരു വീഴ്ച വന്നത് തെറ്റാണെന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടാണ് ചാണകം കഴിക്കേണ്ടി വന്നിട്ടും ക്രിസ്തുവിനെ തള്ളി പറയാതെ ജീവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതിനെ എതിർത്ത് നിൽക്കുന്ന ഭക്തന്മാർ ഇന്ത്യയിലുള്ളത്.
നമുക്ക് ഒരു നേരം പഴകിയ ഭക്ഷണം കഴിക്കാൻ ഇത്തിരി പ്രയാസമാണ്, ചൂട് കുറഞ്ഞ കഴിക്കാൻ പ്രയാസമാണ്, ഇഷ്ടപ്പെട്ട കൂട്ടാൻ കിട്ടിയില്ലെങ്കിൽ കഴിക്കാൻ പ്രയാസമാണ്. പിള്ളേർക്കുള്ള ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ അപ്പന്മാർ കഴിക്കത്തില്ല, അപ്പന്മാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ പിള്ളേർ കഴിക്കത്തില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയുകയും ചെയ്യും, പിള്ളേർ രഹസ്യമായിട്ടും അപ്പന്മാർ പരസ്യമായിട്ടും. ഞാൻ ശ്രദ്ധിച്ചില്ല, നിങ്ങളൊന്ന് പറയേണ്ടതായിരുന്നു. പിള്ളേർ ഞാൻ എന്റെ വിഷയത്തിൽ തുടങ്ങിയാണ്. ബിലിയാമിനെ കാണാൻ രാജാവ് കുറച്ചുകൂടെ നിലയും വിലയും ഉള്ളവരെ വിട്ടു കഴിഞ്ഞപ്പോ ബിലിയാമിന്റെ സ്റ്റാൻഡേർഡ് അങ്ങ് മാറി. നിലയും വിലയും ആരുടെ സ്റ്റാൻഡേർഡിലോട്ട് മാറി? രാജാവിന്റെ സ്റ്റാൻഡേർഡിലോട്ട് മാറി. ഇതാ പറ്റിയത്. പക്ഷെ നിലയും വിലയും ആരുടെ സ്റ്റാൻഡേർഡിൽ നിൽക്കണമായിരുന്നു? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കണമായിരുന്നു. ദൈവത്തിന് ഇവർ ആരെങ്കിലും പ്രത്യേകിച്ച് പ്രാധാന്യമുള്ളവരാണോ? അല്ല. ആ കൂട്ടത്തിൽ ആകെ പ്രാധാന്യമുള്ള ഒരാളെ ഉള്ളായിരുന്നു, ബിലിയാമേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലും അവന് മനസ്സിലാക്കാൻ പറ്റി. നമ്മളോട് കൃത്യമായി സംസാരിക്കുന്ന ദൈവത്തെ നമ്മൾ മറന്നുപോയി. ആ ദൈവത്തിന്റെ വില നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. ആ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പിശാചിന് ഇട കൊടുക്കരുത്. ദൈവത്തിന് സ്വാഗതം. വിഗ്രഹാരാധികളാകരുത്. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ സമയവും അത് ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് നമുക്ക് ഈ ജീവിതം, ദൈവം ഈ ലോകത്തിൽ ഉണ്ടാക്കുന്നത്. ഈ മഹത്വം മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടവരാണ്. ദൈവത്തിന് സ്വാഗതം. മനുഷ്യനെ പറ്റിയ അബദ്ധം പലപ്പോഴും അവനെ തന്നെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചു. തങ്ങൾക്കൊരു പേരുണ്ടാക്കാൻ ശ്രമിച്ചു. തങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാമെന്ന് വിചാരിച്ചു. ഈ ദൈവം മാറി വേറെ ഒരു ദൈവത്തെ വിളിച്ചാലും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുമെന്ന് വിചാരിച്ചു. പിശാച് കൊടുത്ത സകല ചിന്തകളും ശരിയാണെന്ന് പലപ്പോഴും എടുക്കാൻ ശ്രമിച്ചു. ആ ശ്രമിച്ചവരൊക്കെയും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് വീണു പോകാനിടയായി. ദൈവത്തിന്റെ അനുഗ്രഹം 1000 തലമുറകളോളം നിൽക്കുന്നതാണെന്ന് വേദവസം പറയുന്നു. ദൈവത്തിന്റെ സ്വാഗതം. ഇത് പഠിച്ചവരുണ്ട് കേട്ടോ. ലഭ്യമായ 1000 വർഷങ്ങളോളം നിലനിൽക്കുന്ന തലമുറ, അറിവുള്ള തലമുറകൾക്ക് ലഭിച്ച കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയവരുണ്ട്. ദൈവത്തെ മറന്നു പോയവരുടെ തലമുറകൾ എങ്ങും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധം നശിച്ചു പോകുമ്പോൾ ദൈവത്തെ അന്വേഷിച്ചവരുടെ തലമുറ എല്ലാ കാലവും നിലനിൽക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഈ ലോകത്ത് ചിലപ്പോൾ വലിയ പണം സമ്പാദിച്ചവരായിരിക്കത്തില്ല, ഈ ലോകത്ത് വലിയ ഭൂസ്വത്ത് ഉണ്ടാക്കിയവരായിരിക്കത്തില്ല. പക്ഷെ ഈ ലോകത്ത് എന്നും വെളിച്ചം വീശുന്ന ഒരു കുടുംബമായിട്ട് അവർ നിലനിൽക്കും. ഇതാണ് നമുക്കും വേണ്ടത്. നമ്മൾ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്, നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്. ഇത് ഭൂമിക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ ഉള്ളവരായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വാഗതം. ഈ ബോധ്യം നമുക്ക് എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു സമയവും നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്ത വിട്ടു പോകാൻ എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ചിന്ത, നമ്മളെ ആക്കിയിരിക്കുന്ന പാന്താവ് അല്ലെങ്കിൽ വഴി ഏതാന്ന് വെച്ചാൽ അത് സന്തോഷത്തോടെ തിരഞ്ഞെടുക്കാൻ, അതിന് വെളിയിലേക്ക് നമ്മളൊരു ചിന്ത ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുന്നവരായി മാറരുത്. കർത്താവ് ഇതാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം. അത് വാഗൊണ്ടൊന്നും നമ്മൾ പറയത്തില്ല, ദൈവത്തെ നേരിട്ട് കണ്ടാൽ നമ്മൾ പറയത്തൊന്നുമല്ല. പക്ഷെ നമ്മളല്ലാതെ അങ്ങ് ചെയ്തെടുക്കുക. ദൈവത്തെ മറന്നുള്ള പ്രവൃത്തികളിൽ നമ്മൾ സമയം ചെലവാക്കി ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചോണം ദൈവം ആക്കിയിരിക്കുന്ന സ്ഥലത്തല്ല നമ്മൾ നിൽക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് സമയം, പ്രാർത്ഥനയ്ക്ക് പോലും സമയം കിട്ടാത്ത വിധത്തിൽ പലതും ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ വിചാരിച്ചോണം ദൈവം ആഗ്രഹിച്ച വഴിയിലല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അനുഭവം ഉണ്ടെങ്കിലും പഠിക്കുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ പുറത്ത് വേറെ എവിടെയെങ്കിലും പണിയെടുത്ത് ചെയ്യുന്നൊരു പണി ജീവിതത്തിൽ ഒറ്റ തവണ ചെയ്തോളൂ. അതുകൊണ്ട് മനസ്സിലാക്കി പിന്നെ ഇന്ന് വരെ ചെയ്യാൻ പോയിട്ടില്ല. കാര്യം ദൈവം അതിന്റെ വഴി കൃത്യമായിട്ട് പറഞ്ഞു തന്നെ നമുക്കുള്ളതല്ല. കാര്യം നമുക്ക് വേണ്ടി ദൈവം തന്നേക്കുന്ന ഒരു മാർഗമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് അധ്വാനിക്കാൻ കുറച്ച് സമയം തന്നിട്ടുണ്ട്, അതിന് അധ്വാനിക്കുക, ദൈവം അതിന് പ്രതിഫലം തരും. ദൈവമക്കൾക്ക് മുമ്പ് കൊടുത്ത പ്രതിഫലത്തെ കുറിച്ച് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 7ാമത്തെ ദിവസം നീ സ്വസ്ഥത ആചരിച്ചു, അതിനു വേണ്ട പ്രൊവിഷൻ 6ാമത്തെ ദിവസം തന്നേക്കാം. ഒരു ദിവസവും എല്ലാ ദിവസവും കേടാകുന്ന മന്ന ആ ഒരു ദിവസം മാത്രം എങ്ങനെ ഇരിക്കും? കേടാകാതിരിക്കും അടുത്ത ദിവസത്തേക്ക്.
ബാക്കി എല്ലാ ദിവസവും 12 മണിക്കൂർ കഴിയുമ്പോൾ കേടാകുന്ന സാധനം അന്ന് മാത്രം എന്ത് ചെയ്യുന്ന കേടാകാതിരിക്കുകയാണ്. അപ്പൊ ഇത്രയും വലിയ വ്യത്യാസം ദൈവം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുന്നത് ദൈവം നടത്തിയ വഴിയിൽ കൂടെ നമ്മൾ പോകാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ വിശ്രമമില്ലാതെ ഓടാൻ ശ്രമിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിത പങ്കാളിക്ക് ഒക്കെ നമ്മൾ കൊടുക്കേണ്ട സമയങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ വിഷയം എടുത്ത കുറച്ചുകൂടെ നീണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റി വയ്ക്കും. പക്ഷെ ഒരു കാര്യം ഒറ്റ വാക്കിലൊന്ന് ഓർപ്പിക്കാം. ഒരു ഭാര്യയും ഭർത്താവും ജീവിതം പങ്കിടുന്നവരായിരിക്കണം. അകാരണമായിട്ട് അതിൽ ഒരാള് കൂടുതൽ അനുഭവിക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് പോലും ഓരോ നിമിഷവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദനകൾ വളരെ കൃത്യമായിട്ട് അങ്ങെത്തും. പ്രകടിപ്പിക്കാത്ത വേദനകളുണ്ട്. ചില പ്രായമായവർക്ക് അത് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളോട് പോലും പ്രകടിപ്പിക്കാതിരുന്ന വേദനയ്ക്ക് ദൈവം പരിഹാരം തന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല, ഇത് അവിടെ എത്തുന്നതുകൊണ്ടാണ്. എനിക്കറിയാവുന്ന സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ട്, പിന്നീട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം ഷെയർ ചെയ്യുന്ന ആളുകൾ അത് ഒരു ഷെയർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ചേർന്നതാണ് ഒരു ശരീരം എന്ന് വേദോസ്തം പറയുന്നത്. അങ്ങനെ ഒരു സംഗതിയേ ഉള്ളൂ ഈ ലോകത്ത്. അപ്പൊ അവര് ജീവിതം പങ്കിടേണ്ടവരാണ്. നമുക്കറിയാം, ഒരുപോലെ ഇരിക്കുന്ന കോഴിമുട്ട പോലും വെച്ചാൽ വലുതായി ചെറുതായെന്ന് പറയുന്ന ചേട്ടാനിമാരാ സാധാരണ എല്ലാ വീടുകളിലും ഉള്ളു, അല്ലേ? പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുത്തുകൊണ്ടിരിക്കും. കാര്യം അപ്പുറത്തെ പ്ലേറ്റ് ഇരിക്കുമ്പോൾ ഇത് വലുതായിട്ട് തോന്നും, നമ്മൾ അത് ചാടിയെടുക്കും. നമ്മുടേത് അപ്പുറത്ത് പോയിരിക്കുമ്പോൾ പിന്നെ നമുക്ക് തോന്നും അതാ വലുത്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു തർക്കം പരിഹരിക്കാത്ത എളുപ്പമല്ല. ദൈവത്തിന് സ്തോത്രം. സന്തോഷകരമായ കുടുംബജീവിതം നമ്മൾ വേണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കുടുംബം സഭയും ദൈവമായിട്ടുള്ള ബന്ധം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇവിടെ വെച്ചേക്കുന്ന ഏക മാതൃകയാണ്. ഇപ്പൊ ഞാനും സുഷ്മയും കൂടെ ദിവസവും കൂട്ടയടിയാണെങ്കിൽ ന്യായമായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ സഭയും ക്രിസ്തുവുമായിട്ട് ദിവസവും എന്താ കൂട്ടയടിയാന്നാണ് ഞങ്ങൾ കൊടുക്കുന്ന ഇമേജ്. മനസ്സിലായില്ലേ? ഇതിന് ആ ഒരു പ്രോബ്ലം മനസ്സിലാകുന്നുണ്ടോ? ദൈവം വെച്ചേക്കുന്ന മാതൃകയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ന്യായമായിട്ട് ഈ മാതൃക തകർത്താൽ നമുക്ക് കിട്ടേണ്ട ശിക്ഷ എന്താന്ന് വെച്ചാൽ നീ മേലാൽ കനാലിലോട്ട് കയറി പോരെന്ന് പറഞ്ഞ മോശയോട് പറഞ്ഞ പോലത്തെ ഒരു ശിക്ഷയാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് എനിക്ക് ഇത്രയും വയസ്സായി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പരിശോധിച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഗ്രഹാരാധനകൾ മനസ്സിലാകും. ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഏറ്റവും ക്രിപ്റ്റോ കറൻസി തന്നെ എടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയും ദേഹത്തെ തൊടാതിരിക്കാൻ വേണ്ടി. വേറെ ഏതെടുത്താലും കുതിരപ്പന്തം എടുത്താൽ പോലും ചിലപ്പോൾ എവിടെയെങ്കിലും ചെന്ന് നിൽക്കും. അപ്പൊ ഇതൊന്നും തൊടാതെ എന്റെ ഐറ്റം മാത്രം എടുത്തതുകൊണ്ട് വേറെ ആരും ഇത് ചെയ്തിട്ടില്ലെന്നാണ് എന്റെ ഇതുവരെയുള്ള അറിവ്. നിങ്ങൾക്ക് സ്വയം ചിന്തിച്ച് നോക്കാൻ പറ്റും. നിങ്ങൾ എവിടെയാണ് ദൈവത്തിനേക്കാൾ കൂടുതൽ ഭാരം കൊടുത്തത്? ഞാൻ ചിലപ്പോൾ ചിലരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ബാക്കി സമയം, അത് നിങ്ങൾ ഉറങ്ങുന്ന സമയമുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇന്നലെ വരെ നിങ്ങൾ 7 മണിക്കൂർ ഉറങ്ങുന്നയാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഹോബി ചെയ്യണം, 2 മണിക്കൂർ ചെയ്യണം, 5 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ബാക്കി ഒരു 2 മണിക്കൂർ ഉറന്നിരുന്നേച്ച് നിങ്ങളുടെ ഹോബി അങ്ങ് ചെയ്തു. എന്നാലും ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പിറ്റേ ദിവസം ഭാര്യ പറയുന്ന കടയിലോട്ടൊന്ന് പോകണം, ഉറക്കം ഏതാ തലേവസ്ഥ 2 മണിക്കൂർ കട്ട് ചെയ്തില്ല. ഈ വേദനയൊക്കെ ഉള്ളവർ ഉറക്കമൊന്നും കട്ടിയാണെന്ന് നോക്കത്തില്ല. ജീവിതം പങ്കിട്ട് നിങ്ങൾ ജീവിക്കുന്നവരാണ്. ഇത് വലിയൊരു അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ കുടുംബത്തെക്കുറിച്ച് പറയാം. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം സന്തോഷകരമല്ല എന്നുള്ള ഇമേജാണ് ലോകം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന്. അതുകൊണ്ടാണ് ഇപ്പോൾ ജനിക്കുന്ന വളർന്ന് പ്രായപൂർത്തിയായിരിക്കുന്ന ആണിനും പെണ്ണിനും കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തത്. സ്ത്രീകൾ എന്തുകൊണ്ടാണ് ജോലി ചെയ്യേണ്ടി വന്നത്? മുമ്പ് വീട്ടിൽ സ്ഥിരം കേൾക്കുന്ന ഒരു പല്ലവി ഉണ്ടായിരുന്നു, ഞാൻ നിനക്ക് ചെലവിനായിരുന്നു. പെണ്ണുമ്പിള്ള ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നെ ഇത് അത് കേൾക്കാറുണ്ടോ? കേൾക്കാറില്ല. ഇനി നിന്റെ വീട്ടിൽ പൊയ്ക്കോളാന്ന് പറഞ്ഞാലോ? ഇപ്പൊ അവര് ധൈര്യമായിട്ടങ്ങ് പോകും. എന്തുകൊണ്ടാ? ജോലി ഉള്ളത് കൊണ്ട്.
ഇതിനെ പേടിച്ചാ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. എനിക്കറിയാൻ പാടില്ല. എത്രയോ അപ്പന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചോദിക്കാം, അവളെയൊക്കെ ഇന്ന് എത്ര ദൂരെ പഠിക്കാൻ പറ്റേ? കല്യാണമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവൾക്ക് ജീവിക്കണ്ടേ? കല്യാണം കഴിപ്പിക്കുന്ന എന്ത് പ്രത്യാശയോടാ? ജീവിതം മാറ്റം വരുത്തുന്ന, സമൂഹത്തിന് മാറ്റം വരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. കുടുംബ ജീവിതത്തിൽ മനുഷ്യർക്ക് വിശ്വാസമല്ലാതായി തീർന്നത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കെങ്കിലും ഈ ഒരു ഇമേജ് പുറത്തു കൊടുക്കാൻ കഴിയണം. ഇതൊരു അടിമ ജീവിതമാണെന്നുള്ള തോന്നല് ലോകത്തിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് മാറ്റാൻ കഴിയണം. സന്തോഷകരമായി ജീവിച്ച ഭക്തന്മാരെ കുറിച്ച് വേദോസം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇസഹാക്ക് ഭാര്യയും ഒത്ത് വിനോദിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 5-6 പേരൊക്കെ വായിച്ചിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ മതി, ബാക്കി പറഞ്ഞു. അന്നുണ്ടായിരുന്നു വിനോദമൊക്കെ. ഇന്ന് നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ആ സമയമല്ലേ. ദൈവത്തിന് സ്വാഗതം. നമ്മളെക്കുറിച്ച് വിഗ്രഹാരാധനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ പരിശോധിക്കണം. നമ്മളെ സഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് ഈ ലോകത്തെ ദൈവം ആക്കിയിരിക്കുന്നത്. കുടുംബം, അത് കഴിഞ്ഞാൽ സഭ. ഈ 2 പ്രസ്ഥാനമാണ് നിങ്ങളുടെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ. ദൈവമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അത് ഓരോ ദിവസവും വളരുന്നു എന്ന് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ ഇതിനിടയ്ക്ക് ചെയ്ത പല പ്രോജക്റ്റുകളും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ വിജയിക്കാത്ത ഒരേ ഒരു പ്രോജക്റ്റ് ദൈവത്തിനെ നിങ്ങളെടുത്ത ചില തീരുമാനങ്ങൾ മാത്രമാണ്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. അതിലോട്ട് പോയാൽ പിന്നെ ഒരുപാട് വാ തുറന്നു കാണും. ഇപ്പൊ തന്നെ 2-3 തുറന്നു. നിങ്ങൾ സ്വയം നിങ്ങളുടെ തീരുമാനത്തിലേക്ക് തിരിച്ചു പോകണം. നിങ്ങൾ സമയം എവിടെ പോയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം നിങ്ങളുടെ വില കൊടുത്ത് വാങ്ങിച്ചു പോകും. പറഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുത്തിയായാലും വാങ്ങിച്ചു പോകും. കാരണം ഇത് കടമെടുത്തത് നിങ്ങളാണ്. ദൈവസന്നിധിയിലെ കടമെടുത്താൽ തിരിച്ചു കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാമല്ലോ. 5-1 പലിശ കൂടെ കൊടുക്കണം. ഇതാ പഴയ പ്രമാണം. ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ കാണിക്കുന്നവരായി തന്നെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യക്തിത്വം, ആശയം, ഇതെല്ലാം ക്രിസ്തു തന്നെയാണെന്ന് ഈ ലോകത്തിന് ബോധ്യമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കണം. കുടുംബജീവിതം ക്രിസ്ത്യാനിയുടേത് സന്തോഷകരമാണെന്നുള്ളത് തന്നെ ആ ഒരു ചിത്രം തന്നെ നമ്മൾ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കണം. ദൈവം പ്രേമിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനം ഏറ്റവും സന്തോഷകരമായ അവസ്ഥയാണെന്ന് നമ്മൾ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ ഒരു സന്ദേശം കഴിയത്തില്ല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്താൽ അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും. ദൈവം നമ്മളോട്